കഥയാരംഭിക്കുന്നത് വിൽ ഡേവിസ് എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വിൽ ഡേവിസ് കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. 3 കൂട്ടുകാരുടെ ഒപ്പമാണ് ആളുടെ ജീവിതം. അന്ന് വിൽ ഡേവിസ് തന്റെ കാമുകിയെ മാതാപിതാക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. ജിൽ എന്നായിരുന്നു കാമുകിയുടെ പേര്. ജില്ല് വിൽ ഡേവിസിന്റെ മാതാപിതാക്കളോട് സംസാരിച്ചു. വിൽ ഡേവിസിന്റെ അച്ഛൻ റോജറിന് ജില്ലിനെ നന്നായി പിടിച്ചിരുന്നു. സംഭവം എന്തെന്നാൽ ആ സമയത്തിനുള്ളിൽ ജില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കമ്പനിയിൽ ഒരു ജോലി സംഘടിപ്പിച്ചിരുന്നു. തന്റെ മകനെ പോലല്ലോ, അവൾക്ക് കുറച്ച് കാര്യപ്രാപ്തി ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് റോജർ സമാധാനിച്ചു. തന്റെ മകനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒന്ന് ഉന്തിത്തള്ളി മുന്നിലേക്ക് കയറ്റിവിടാനും ആ സമയം റോജർ ഒന്ന് ശ്രമിക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഇന്ത്യനായിട്ട്, അതായത് ഒരു ട്രെയിനിയായിട്ട് എഡിറ്റർ പോസ്റ്റിൽ ഒരു കമ്പനിയിൽ വിൽ ഡേവിസ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതത്ര ശമ്പളമുള്ള ജോലിയൊന്നുമല്ല. ഇങ്ങനെ തുടർന്നാൽ പറ്റില്ല, കുറച്ചുകൂടി നല്ലൊരു സ്ഥിരതയുള്ള ജോലി നോക്ക് എന്നൊക്കെയായിരുന്നു റോജർ മകനെ ഉപദേശിച്ചത്. കിട്ടുന്ന ഇന്റേൺഷിപ്പ് പൈസ കൊണ്ട് സ്വന്തം ചിലവുകൾ പോലും വില്ലിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണിയായിരുന്നു അവൻ ചെലവിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അന്ന് റോജർ കൊണ്ടുവന്ന പൊതി വില്ലിന് കൊടുത്തു. ഇത് അവസാനത്തെ എന്റെ കയ്യിൽ നിന്നുള്ള പൊതിയാണെന്നും ഇനി ഇതുപോലെ പ്രതീക്ഷിക്കരുത് എന്നും റോജർ അന്ന് മകനോട് പറയുന്നുണ്ട്. എന്തായാലും വില്ല് അച്ഛൻ കൊടുത്ത പണം വാങ്ങി. അടുത്ത ദിവസം വില്ല് വാടകയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് ജില്ല് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയതും തലേ ദിവസം കിട്ടിയ പൈസ കൊണ്ട് വില്ലൊരു വലിയ TV വാങ്ങിയെന്നത് കണ്ടതും വില്ലിന്റെ കാമുകി ജില്ലിന് അതങ്ങ് വിശ്വസിക്കാനേ പറ്റിയില്ല. ജില്ലത് ചോദ്യം ചെയ്തു. വില്ല് പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇന്നലെ അച്ഛൻ പറഞ്ഞ കാര്യമാണെങ്കിൽ അച്ഛൻ അത് വെറുതെ പറഞ്ഞതാകും. ഇനിയും ചോദിച്ച അച്ഛൻ എനിക്കിനിയും പൈസ തരും, എന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്നോളും. വില്ലിന്റെ ആ മറുപടി ജില്ലിന് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ ആ വാടക വീടാണെങ്കിലും ആകെ അലങ്കോലമായി കിടക്കുകയാണ്. വില്ലിന്റെ ഒപ്പം 3 കൂട്ടുകാരായിരുന്നു ആ വീട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ലൂക്ക് എന്നും മേദൻ എന്നും ചാർലി എന്നുമാണ് അവരുടെ പേരുകൾ. സമ്പാദ്യം കുറവായി അവരെല്ലാവരും ചേർന്ന് വാടക കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വില്ല് അന്ന് ജോലിക്ക് ചെന്നു. വീഡിയോ എഡിറ്ററായി ഇന്റേൺഷിപ്പ് അവൻ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ എത്തിയതുമാണ് തലയിൽ ചുറ്റിക വീണ പോലൊരു അവസ്ഥ അവൻ അനുഭവപ്പെടുന്നത്. തങ്ങളുടെ കമ്പനി വളരെ വലിയ നഷ്ടത്തിലാണെന്നും കടക്കണിയിൽ പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഇന്റേൺസിനെയൊക്കെ പിരിച്ചുവിടുകയാണ് എന്നുമായിരുന്നു ബോസ് പറഞ്ഞത്. വില്ലിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ആകെയുള്ള വരുമാന മാർഗമാണ്, അതുകൂടി അതാ തന്റെ കൺമുമ്പിൽ ഇല്ലാതാവുന്നു. വേറൊരു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ വില്ലിന്റെ കാര്യം കഷ്ടത്തിലാകും. അന്ന് തിരികെ എത്തിയത് മുതൽ ലാപ്ടോപ്പിൽ വില്ല് ജോലി നോക്കാൻ തുടങ്ങി. ഒടുവിൽ തിരഞ്ഞ് ഒരു ഹോട്ടൽ മാനേജർ എന്നൊരു ജോലി അവന് കിട്ടുകയാണ്. അങ്ങനെ മോട്ടലിൽ അവൻ തന്റെ ആദ്യ ദിവസത്തെ ജോലിക്കായി എത്തി. രാത്രിയായിരുന്നു ഡ്യൂട്ടി കിട്ടിയത്. സന്ധ്യയായപ്പോ ഒരാൾ കടന്നു വന്നു. റൂം വേണമെന്ന് ആവശ്യപ്പെട്ടു. വില്ലും സാധാരണ രീതിയിൽ അയാൾക്ക് റൂം അനുവദിച്ചു. പക്ഷേ അത് വളരെ വലിയ പ്രശ്നമായി മാറി. അയാളെയും അയാളുടെ കൂടെയുള്ള കുറച്ച് സ്ത്രീകളെയും അടുത്ത ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. സംഭവം എന്തെന്നാൽ അയാൾ ഒരു കൂട്ടിക്കൊടുപ്പുകാരനായിരുന്നു. വേശ്യാവൃത്തിയുടെ പേരിലാണ് പോലീസ് അവിടെ റെയ്ഡ് ചെയ്യുകയും അറസ്റ്റ് നടത്തുകയും ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, വില്ലാണല്ലോ റൂം കൊടുത്തത്. വില്ലിന്റെ ജോലി അങ്ങ് പോയി. മുമ്പോട്ട് ജീവിക്കാൻ വില്ലിന്റെ പണമില്ല. വീട്ടുവാടക അടക്കം കൊടുക്കണം. വില്ലെന്തായാലും അച്ഛനെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. വില്ല് റോജറിന്റെ അടുത്ത് ചെന്ന് ജോലി പോയ കാര്യമൊക്കെ പറഞ്ഞ് സഹായം ചോദിച്ചു. അപ്പോൾ അതാ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന പോലെ അടുത്ത പ്രശ്നം വരുന്നു. കഴിഞ്ഞ 30 കൊല്ലമായി അവന്റെ അച്ഛൻ റോജർ ജോലി ചെയ്തിരുന്ന കമ്പനി അവന്റെ അച്ഛനെ പിരിച്ചുവിട്ടത്രേ. റോജറിനിപ്പോ ജോലിയില്ല. ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ഭാര്യയോട് അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതുവരെ വീട്ടിൽ പോലും റോജർ ആ കാര്യം അറിയിച്ചിട്ടില്ല. തന്റെ കയ്യിൽ പൈസ ഇല്ലെന്നും തനിക്ക് സഹായിക്കാൻ പറ്റില്ലെന്നും മകനോട് റോജർ തീർത്തു പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ലൂക്കിന് ജോലി കിട്ടിയത്. ലൂക്ക് അവരെല്ലാവരെയും ഒരു പാർട്ടിക്ക് സന്തോഷം പങ്കിടാൻ കൊണ്ടുപോയി. എല്ലാവരും അടിച്ചു പൊളിക്കുമ്പോഴും വില്ലിനത്ര സമാധാനമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കാമുകി ജില്ലിനൊപ്പം വില്ലൊരു ക്ലോത്തിങ് സ്റ്റോറിൽ പോയിരുന്നു. അവിടെ വെച്ച് ജില്ലിനോട് അവൻ സംസാരിച്ചു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് താനൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി, അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു എന്ന കാര്യം വില്ല് ജില്ലിനോട് പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. ജില്ലിന് അതത്ര നല്ല പദ്ധതിയായി തോന്നിയില്ല. ഓൾറെഡി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, അതൊന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് പോരെ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് എന്നായിരുന്നു ജില്ല് ചോദിച്ചത്. കാര്യം ജില്ല സപ്പോർട്ടീവ് ഒക്കെയാണ്. പക്ഷേ സ്ഥിരമായൊരു ജോലിയോ വരുമാനമോ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് ഇപ്പോ മുതിർന്നാൽ വില്ലിന്റെ കാര്യം എന്താകും എന്ന കാര്യത്തിൽ ജില്ലിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ ജില്ല് അങ്ങനെ പറഞ്ഞത് വില്ലിനും ഇഷ്ടപ്പെട്ടില്ല. അവർക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ഒടുവിൽ ജില്ല് തീർത്തു പറഞ്ഞു, നീ ഇങ്ങനെ ഓരോ കാര്യവുമായി മുമ്പോട്ട് പോകുവാണെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോകും. ഒന്നുകിൽ നീ ഒരു സ്റ്റേബിൾ ജോബ് കണ്ടെത്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. ജില്ലിന് അങ്ങനെ നഷ്ടപ്പെടുന്നത് വില്ലിന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ല് പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ വില്ല് തീരുമാനിച്ചു. മറുവശത്ത് വില്ലിന്റെ അച്ഛൻ റോജർ ആകട്ടെ ദിവസവും തയ്യാറായി വീട്ടിൽ നിന്നിറങ്ങും. അവിടെയുള്ള ഒരു കഫേ ബാറിൽ വന്ന് വൈകുന്നേരം വരെ അവിടെ സമയം ചെലവഴിക്കും. ഭാര്യയോട് ജോലി പോയ കാര്യം പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇതേസമയം ചാർലി തന്റെ സ്കൂളിൽ കെമിസ്ട്രി ക്ലാസ്
ക്ലാസ് എടുക്കുകയായിരുന്നു. ചാർലിക്ക് തീരെ താല്പര്യമുള്ള ഒരിടമല്ലാതെ, പക്ഷെ നിവൃത്തികേടുകൊണ്ട് ചാർലി അവിടെ തുടർന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഒരു അധ്യാപിക ചാർലിക്ക് പറ്റിയൊരു ഓഫറുമായി വന്നത്. അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാവാൻ ഒരു അവസരമുണ്ട്. ചാർലിക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മാറാം. കേട്ടപാതി കേൾക്കാത്ത പാതി ചാർലി അതിന് ഓക്കെ പറഞ്ഞു. കാര്യം എന്തെന്നാൽ അതിലേക്ക് കടന്നാൽ $100 ആഴ്ചയിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇതിനിടയിൽ നിരാശയിൽ പോയിക്കൊണ്ടിരുന്ന വില്ലിനും ഒരു പിടിവള്ളി കിട്ടി. ഒരു വലിയ കമ്പനിയിൽ ഇന്റർവ്യൂവിന് അവൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇന്റർവ്യൂവിന് മുമ്പ് അവന്റെ അശ്രദ്ധ കൊണ്ടും മറ്റും ആ അവസരം അവന് നഷ്ടപ്പെടേണ്ടതുപോലുമായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൻ താൻ എഡിറ്റ് ചെയ്ത ഒരു ഫൂട്ടേജ് അവരെ കാണിച്ചു കൊടുത്തു. അതിലവർ ഒരുപാട് അങ്ങ് ഇംപ്രസ്ഡ് ആയി. ഭാഗ്യം കൊണ്ട് അതുകൊണ്ട് മാത്രം അവൻ റിജക്റ്റ് ആയില്ല. പക്ഷേ എന്നാലും ജോലിയുടെ ഉറപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വിളിക്കാമെന്ന് പറഞ്ഞ് അവർ വില്ലിനെ പറഞ്ഞയച്ചു. വാടക വീട്ടിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലേക്ക് എത്തുകയാണ്. വില്ല് തന്റെ ഷെയർ കൊടുത്തിട്ടില്ല. ഒടുവിൽ ചെലവിനായി വില്ലിന് താൻ ആശിച്ചു വാങ്ങിയ വലിയ TV വിൽക്കേണ്ടി വന്നു. TV വാങ്ങിയ വ്യക്തി TV കൊണ്ടുപോയതിന്റെ തൊട്ട് പിന്നാലെയാണ് വില്ലിന് ജോലി ലഭിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരുന്നത്. അതും അത്യാവശ്യം വലിയൊരു തുക ശമ്പളത്തിൽ തന്നെ. വില്ലുടനടി TV കൊണ്ടുപോയ ആളുടെ വണ്ടിക്ക് പിന്നാലെ ഓടി. ആ TV തിരികെ വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കാനായിരുന്നു അത്. പക്ഷെ അത് വില്ലിന് കിട്ടിയതേയില്ല. അങ്ങനെ അടുത്ത ദിവസം വില്ലിന് കമ്പനിയിലെ പ്രധാന വ്യക്തികളുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വില്ല് കമ്പനിയിലേക്ക് വന്നതാകട്ടെ കാഷ്വലായുള്ള വേഷമൊക്കെ ധരിച്ചിട്ടാണ്. സാധാരണയായി അവരുടെ കമ്പനി ഫോർമൽ ഡ്രസ്സൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോപ്പ് കമ്പനിയാണ്. പ്രത്യേകിച്ചും വീഡിയോ റെസ്യൂമിലാണ് അവർ കൂടുതലായി വർക്ക് ചെയ്യുന്നതും. ഒരു നോർമൽ വീഡിയോ റെസ്യൂമിന് പകരം വളരെ വിദഗ്ധമായ രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത ഒരു വീഡിയോ റെസ്യൂമായിരുന്നു അവനെന്ന് അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. പക്ഷേ അതിന്റെ പേരിൽ വില്ലിന് ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങേണ്ടി വന്നു. വീഡിയോ റെസ്യൂം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിരിക്കണമെന്നും മറ്റും പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ഡെപ്യൂട്ടി ഡയറക്ടർ കാതറിൻ നേരിട്ടതിൽ ഇടപെട്ടു. എങ്ങനെയാണ് വീഡിയോ റെസ്യൂം എഡിറ്റ് ചെയ്യേണ്ടത്, അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ അവർ കണിശമായി സംസാരിച്ചു. ഇങ്ങനെ കെയർലെസ് ആയി വർക്ക് ചെയ്യാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കൃത്യമായി വർക്ക് ചെയ്യാൻ അവർ വില്ലിനെ വാൺ ചെയ്തു. തന്റെ ക്രിയേറ്റിവിറ്റിയോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ അവിടെ സാധിക്കില്ല എന്ന ആ നിമിഷം വില്ല് മനസ്സിലാക്കുകയാണ്. എന്തിനേറെ പറയുന്നു, എല്ലാത്തിലും ഉപരിയായി വില്ലിന്റെ വസ്ത്രധാരണത്തെ കാതറിൻ കണക്കിന് വിമർശിച്ചു. കമ്പനി സ്റ്റാൻഡേർഡിനനുസരിച്ച് പ്രൊഫഷണലായും മറ്റും കൃത്യമായി ഡ്രസ്സ് ചെയ്തു വരണം എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഒരു മാസത്തിനകം കൃത്യമായി കമ്പനിക്ക് പറ്റുന്ന ആളെന്ന രീതിയിൽ വില്ല് തെളിയിച്ചില്ലെങ്കിൽ വില്ലിനെ പുറത്താക്കും എന്നും അവർ പറഞ്ഞിരുന്നു. അന്നുച്ചയ്ക്ക് എല്ലാം കൊണ്ടും തലവുകന്ന വില്ല് ഒന്ന് പുറത്തേക്കിറങ്ങി. അടുത്തുള്ള കഫയിലേക്ക് പോയ അവൻ അവിടെ രാവിലെ മുതൽ തുടരുന്ന അച്ഛൻ റോജർ മീറ്റ് ചെയ്യുകയാണ്. അച്ഛനടുക്കൽ നിന്നും അമ്മയോട് ഇതുവരെ ജോലി പോയ കാര്യം പറയാത്തതും രാവിലെ മുതൽ അവിടെ അങ്ങനെ വന്ന് ജോലി അന്വേഷിക്കുന്നതും വൈകുന്നേരം പോകുന്നതുമായ കാര്യവുമൊക്കെ അവൻ വിശദമായി കേട്ടു. വില്ല് താനിന്ന് കമ്പനിയിൽ നേരിട്ട പ്രശ്നത്തെപ്പറ്റിയും ഡെപ്യൂട്ടി ഡയറക്ടർ കാതറിന്റെ നാർസിസിസ്റ്റ് സ്വഭാവത്തെപ്പറ്റിയുമൊക്കെ പറഞ്ഞു. പക്ഷേ റോജർ നിന്നത് കാതറിന്റെ സൈഡ് പിടിച്ചിട്ടായിരുന്നു. ഒരു കമ്പനിക്ക് അവരുടേതായ രീതികൾ ഉണ്ടാകും. ചിലപ്പോ നമ്മുടെ കഴിവൊന്നും പുറത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കമ്പനി എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ നിന്ന് പ്രവർത്തിക്കുക. കമ്പനി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങുക, അതാണ് വേണ്ടത്. റോജറും പറഞ്ഞു, നിനക്കിപ്പോ കിട്ടിയ ജോലിയിൽ നീ സന്തോഷിക്കണമെന്നും കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞ് എന്നെപ്പോലായാൽ ഒരു ജോലിയിൽ എത്തിച്ചേരുക എന്ത് പ്രയാസമാണെന്നറിയാമോ എന്നൊക്കെ റോജർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. അച്ഛന്റെ ഉപദേശം കൂടി സഹിക്കാൻ പറ്റാതെ വില്ല് അവിടെ നിന്ന് പോരുകയാണ്. ഇതേസമയം മറുവശത്ത് ലൂക്കിന്റെ കമ്പനിയിൽ ലൂക്കും പ്രതിസന്ധികൾ നേരിടുകയായിരുന്നു. ഒരു ട്രേഡറായി ജോലി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചെത്തിയ ലൂക്കിന് കിട്ടിയത് ക്ലറിക്കൽ ജോബായിരുന്നു. മാത്രമല്ല അങ്ങോട്ടേക്ക് എത്തുന്നവരെ വൃത്തികെട്ടൊരു പാനീയം കുടിപ്പിച്ച് ബുള്ളി ചെയ്യുന്ന ഒരു സംഗതിയും ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു. നിവൃത്തിയില്ലാതെ ലൂക്കിനതും പ്രവർത്തിക്കേണ്ടി വന്നു. ലൂക്ക് അന്ന് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അടുത്ത ദിവസം മുതൽ പ്രൊഫഷണലായ രീതിയിൽ സ്യൂട്ടൊക്കെ ധരിച്ച് അവൻ ജോലിക്ക് പോയി തുടങ്ങി. കമ്പനി പറഞ്ഞ അടിസ്ഥാനത്തിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ വീഡിയോ റെസ്യൂമുകൾ. അങ്ങനെ ഒരു മാസം കഴിഞ്ഞുപോയി. വില്ലിന് കമ്പനിയിലെ ജോലി സ്ഥിരപ്പെട്ടിരുന്നു. അന്ന് വില്ല് തന്റെ അച്ഛനെ ഒരു ലഞ്ചിന് ക്ഷണിച്ചു. അച്ഛന് നല്ല ഭക്ഷണം തന്നെ വാങ്ങിക്കൊടുത്തു. അച്ഛനതിന് പേ ചെയ്യാൻ പോയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ വില്ല് അന്നത്തെ ബില്ലടച്ചു. തന്റെ മകന്റെ ഗ്രോത്തിൽ ആ അച്ഛൻ അന്നൊരുപാട് സന്തോഷിച്ചിരുന്നു. വില്ലെന്ന് അവിടെ വെച്ച് തന്റെ അച്ഛനോട് പണ്ട് താൻ ചെയ്തുപോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചു. വില്ലിന്റെ അച്ഛൻ അതൊക്കെ ക്ഷമിക്കുകയും ചെയ്തു. അന്ന് കുറച്ചധികം അവർ മദ്യപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ നിന്നും അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവൻ തന്റെ ഓഫീസിൽ പോയി. വീഡിയോ റെസ്യൂമെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഇടത്തായിരുന്നു അച്ഛനെ കൊണ്ടിരുത്തിയത്. അവിടെ ഇരുന്നവർ സംസാരിക്കാൻ തുടങ്ങി. അച്ഛനാകട്ടെ കാഷ്വലായി തന്റെ ജോലിയെപ്പറ്റിയും 30 കൊല്ലം താൻ എത്ര ആത്മാർത്ഥമായാണ് ജോലി ചെയ്തത്, എന്നിട്ടും താൻ പുറത്താക്കപ്പെട്ടു എന്ന കാര്യത്തെപ്പറ്റിയുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അച്ഛനറിയാതെ വില്ല് ഇതൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായി
അല്ലായിരുന്നു. ഒടുവിൽ അവൻ തന്റെ അച്ഛനടുക്കൽ അച്ഛന് വേണ്ടി ഒരു ജോബ് ആപ്ലിക്കേഷൻ വീഡിയോ താൻ തയ്യാറാക്കട്ടെ, വീഡിയോ റെസ്യൂമേ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛനും തയ്യാറായി. ഫോർമലായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. വില്ലത് ഷൂട്ട് ചെയ്തു. ഇതേ സമയം വില്ലിന്റെ കൂട്ടുകാരനായ ഈതൻ താൻ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പിന്റെ കച്ചവടത്തിന് ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു വഴിയുമില്ലാതെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ബാത്റൂമിൽ പോയ സമയം നോക്കി ബാത്റൂമിന്റെ മുമ്പിൽ ചെന്ന് നിന്നുവരെ അവൻ തന്റെ ആപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരാൾ കക്കൂസിലിരിക്കുമ്പോഴാണ് ബിസിനസ് ഡീലിംഗ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. എന്തായാലും കുറച്ചധികം ഓക്വാർഡ് സിറ്റുവേഷൻസും സംസാരവും വിലപേശലുമൊക്കെ ആയിരുന്നെങ്കിലും ഒടുവിൽ ഈതന്റെ ആപ്പ് തങ്ങൾ വാങ്ങിച്ചോളാം എന്ന ബോസ് പറയുന്നുമുണ്ട്. പക്ഷേ അയാളുടെ സെക്യൂരിറ്റി അവിടെ ഈതനെ കണ്ട് ഒടുവിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയിരുന്നു. ഓഫീസിൽ ക്യാതറിൻ ഒരു കോഫിയുമായി വില്ലെത്തിയതായിരുന്നു. അന്ന് ക്യാതറിൻ വില്ലിനോട് സംസാരിച്ചു. നിന്റെ കാര്യങ്ങളിൽ നല്ല പുരോഗതിയൊക്കെ കാണുന്നുണ്ട്, കൊള്ളാം. പിന്നെ അറിയാലോ, നമ്മുടെ ഡയറക്ടർ വൈകാതെ റിട്ടയർ ആവുകയാണ്. ആ പൊസിഷനിലേക്ക് പോവുക ഞാനായിരിക്കും എന്ന് നിനക്കറിയാമല്ലോ. ഒന്ന് ടീസ് ചെയ്തുകൊണ്ട് ക്യാതറിൻ പറഞ്ഞു. നന്നായിട്ടൊക്കെ വർക്ക് ചെയ്ത എനിക്ക് തോന്നിയ നിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രൊമോട്ട് അങ്ങ് ചെയ്തേക്കാം. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന മറ്റുള്ളവരെ ഇടിച്ചു താത്താൻ ശ്രമിക്കുന്ന ക്യാതറിന്റെ സ്വഭാവം വില്ലിനത്ര ഇഷ്ടമായി ില്ല. എന്നിരുന്നാലും കടിച്ചു പിടിച്ചൊക്കെ കേട്ടു നിൽക്കുകയെ അവനപ്പോൾ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ അന്നാണൊന്ന് സംഭവിച്ചത്. വൈകുന്നേരത്തോടെ അവൻ മദ്യപിച്ചാകം മതോന്മത്തനായി പോയി. ശ്രദ്ധയില്ലാതെ ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ എഡിറ്റ് ചെയ്തു വെച്ചിരുന്ന ഭയങ്കരമായ കട്ട്സും മറ്റുമുള്ള ഒരു റെസ്യൂമേ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡായി പോവുകയാണ്. വില്ലാണെങ്കിൽ അതൊന്നും മറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും ഈതന്റെ ഒരു ഫോൺ കോൾ വില്ലിനെ തേടിയെത്തി. അവൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ആ വീഡിയോ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ തന്നെ ഒന്നാമതായി മാറിയിരുന്നു. വളരെയധികം ജനശ്രദ്ധ അത് പിടിച്ചുപറ്റി. അത് യാഥാർത്ഥ്യത്തിൽ അവനെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. തന്റെ ക്രിയേറ്റിവിറ്റി മോശമല്ല എന്നൊരു ധൈര്യം അതോടെ വില്ലിന് കൈ വന്നു. അതവന് പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയും കൂടി ചെയ്യുവാണ്. അടുത്ത ദിവസം ലോൺ എന്ന പേരുള്ള ഒരു വ്യക്തി അവനെ കാണാനെത്തി. ലോൺ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്നു. തങ്ങളുടെ കമ്പനിക്ക് വേണ്ടി വീഡിയോ ക്രിയേഷൻ ചെയ്യാനും മറ്റുമായി കമ്പനിയുടെ പാർട്ട്ണറായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അയാൾ വില്ലിനെ തേടിയെത്തിയതായിരുന്നു. നല്ല രീതിയിലുള്ള റവന്യൂവും വില്ലിനതിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്ര സ്ഥിരതയുള്ള സംഭവമല്ല. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പക്ഷേ വില്ലിന്റെ ഇഷ്ടം പോലെ വില്ലിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വർക്ക് ചെയ്യാം. അവൻ അവിടെ ആരുടെയും അടിമയായിരിക്കില്ല. ആ അവസരത്തെപ്പറ്റി കണ്ടപ്പോൾ വില്ലിനതിൽ താല്പര്യം തോന്നി. ക്യാതറിന് കീഴിലുള്ള ജോലിഭാരം അവനേറെ വെറുത്തിരുന്നു. വില്ലന്ന് ഇക്കാര്യം ജില്ലിനോട് ഡിസ്കസ് ചെയ്യാനും ലോണിന്റെ ഓഫറെ പറ്റി പറഞ്ഞ് താനത് സ്വീകരിക്കാൻ പോകുന്ന കാര്യം അറിയിക്കാനും വേണ്ടി ജില്ലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവൻ ചെല്ലുമ്പോ ജില്ലിരുന്ന് കരയുകയായിരുന്നു. വില്ല് കാര്യം തിരക്കി. തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും നമ്മളൊന്നിച്ച് ജീവിക്കാൻ പുതിയ ഫ്ളാറ്റ് മേടിക്കാൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി താൻ ഇരിക്കുവായിരുന്നു. അപ്പോഴേതൊക്കെ സംഭവിക്കുന്നേ എന്നും ജില്ല് വിഷമത്തോടെ പറയുന്നുണ്ട്. അതോടെ പുതിയ കമ്പനി തുടങ്ങാനുള്ള തന്റെ ആഗ്രഹം, സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യാനുള്ള തന്റെ ആഗ്രഹം വില്ല് വേണ്ടെന്ന് വെച്ചു. രണ്ടുപേർക്കും സ്ഥിരതയില്ലാത്ത ജോലിയിലേക്ക് പോയാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും എന്ന് വില്ലിന് അറിയാമായിരുന്നു. വില്ല് അതുകൊണ്ട് തന്നെ പറയാൻ വന്ന കാര്യം ജില്ലിനോട് ഡിസ്കസ് പോലും ചെയ്തില്ല. താൻ വൈകാതെ പ്രൊമോട്ടഡ് ആവുമെന്നും നീ പേടിക്കണ്ട, നീ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിക്കോ, നമുക്ക് ഒക്കെ കാര്യങ്ങൾ സ്മൂത്താക്കി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വില്ല് ജില്ലിനോട് പറഞ്ഞു. ആദ്യമൊക്കെ ജില്ല് മടിച്ചെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഒടുവിൽ വില്ലിനൊപ്പം താമസിക്കാമെന്ന് ജില്ല് സമ്മതിക്കുകയാണ്. വില്ല് വീണ്ടും തന്റെ കമ്പനി തന്നെ ജോലിക്ക് പോയി. അവിടെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ, സ്ട്രെസ്സുകൾ വില്ലിനെ തേടി വന്നുകൊണ്ടേയിരുന്നു. മറുവശത്ത് വില്ലിന്റെ അച്ഛൻ റോജർ ആകട്ടെ ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂവിന് ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. റോജർ അസ്വസ്ഥനായി. കഫേയിലെ സ്റ്റാഫിനോട് വരെ തന്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ എപ്പോഴും റോജർ പുലമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ റോജർ ഒന്ന് തീരുമാനിച്ചു. സ്ഥിരമായി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നൊരു വലിയ കമ്പനി റോജറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുക, HR-നെ കാണാൻ ഡിമാൻഡ് ചെയ്യുക, എന്താണ് തനിക്ക് കോൾ ബാക്കോ ഇന്റർവ്യൂ സെഷനോ ഒന്നും കിട്ടാത്തത് എന്ന കാര്യം മുഖത്തു നോക്കി ചോദിക്കുക. റോജറിന്റെ ഈ പ്ലാൻ വില്ല് അറിഞ്ഞിരുന്നു. റോജർ അത് പ്രവർത്തിച്ചാൽ പ്രശ്നമാകും, പോലീസ് സ്റ്റേഷനിൽ വരെ പോയേക്കാം എന്ന് മനസ്സിലാക്കിയ വില്ല് അത് തടയാൻ റോജർ പോയ കമ്പനിയിലേക്ക് ഓടുകയാണ്. പോകുമ്പോ കയ്യിൽ അവൻ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന റോജറിന്റെ വീഡിയോ റെസ്യൂമേയും എടുത്തിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവർക്കൊപ്പമായിരുന്നു റോജർ എവിടെയുണ്ടെന്ന് കണ്ടെത്തി റോജറിന്റെ അടുത്തേക്ക് വില്ല് എത്തിച്ചേരുന്നത്. വില്ലും കൂട്ടുകാരും കമ്പനിയിലേക്ക് എത്തിച്ചേരുമ്പോ കണ്ടത് റോജറിനെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. ഒരു തരത്തിൽ അവിടെയുള്ള ഓഫീസേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റോജറെ മോചിപ്പിക്കാൻ വില്ല് ശ്രമിച്ചു. അതിക്രമിച്ച് കടന്നുകയറ്റത്തിന് ശ്രമിച്ചു എന്നതായിരുന്നു റോജറിനെതിരെയുള്ള കുറ്റം. അവിടെ ഗാർഡുകളോടും ഓഫീസേഴ്സിനോടും വില്ല് സംസാരിച്ചു നിൽക്കെ അതിലൂടെ HR പോകുന്നത് റോജർ കണ്ടു. റോജർ ഉടനടി മകനോടും മറ്റും ഒരു സഹായം ചോദിച്ചു. പിന്നെ പറയണ്ടല്ലോ, വില്ലും കൂട്ടുകാരും ചേർന്ന് സെക്യൂരിറ്റികളുടെ ശ്രദ്ധ തിരിച്ചു.
വില്ല് ഇതിനിടയിൽ വീഡിയോ റെസ്യൂമെ റോജറിന് ഇട്ടുകൊടുക്കുകയും ചെയ്തു. റോജർ ഓടി HR-ന്റെ അടുത്തെത്തി. അന്ന് HR-മായി നേരിട്ട് കാണാനും സംസാരിക്കാനും റോജറിന് കഴിഞ്ഞു. തന്റെ റെസ്യൂമെ അടങ്ങിയ CD-യും ആ കുറഞ്ഞ സമയത്തിൽ റോജർ HR-ന് കൊടുത്തു. എന്താണ് അതിലുള്ളത് എന്ന് റോജറിന് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ മകൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അതെന്നുള്ളതുകൊണ്ട് മകനെ അയാൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. റോജറിന്റെ സിൻസിയറിറ്റിയും സംസാരവും ഒക്കെ HR മാനേജറിന്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു. അന്ന് ആ കമ്പനി ബിൽഡിംഗിൽ നിന്ന് റോജർ പുറത്തു വരുമ്പോൾ അയാളുടെ മുഖം സന്തോഷത്താൽ ചുവന്നിരുന്നു. നല്ലൊരു പോസ്റ്റിംഗിൽ അയാളുടെ സ്വപ്ന കമ്പനിയായ ആ കമ്പനിയിൽ അയാൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. സംഭവബഹലമായ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വില്ല് നേരെ ഓഫീസിൽ പോയി. അവിടെ എത്തിയപ്പോ കുറെ ആളുകൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട പോലെ തങ്ങളുടെ സാധനങ്ങളും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. വില്ലിന്റെ ഉള്ളൊന്നു പിടച്ചിരുന്നു. വില്ല് ക്യാതറിന്റെ അടുത്തെത്തി. ക്യാതറിൻ കാര്യങ്ങൾ വിശദീകരിച്ചു. താനാണ് ഇപ്പോൾ ഡയറക്ടറായിട്ടുള്ളത്. ആവശ്യമില്ലാത്ത എംപ്ലോയീസിനെയൊക്കെ കുറിച്ച് സ്ഥാപനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ താൻ തീരുമാനിച്ചു. അതുകൊണ്ടാ കുറെ പേരെ അങ്ങ് ഒഴിവാക്കിയത്. ക്യാതറിൻ പിന്നാലെ ഒരു ഡോക്യുമെന്റ് എടുത്ത് വില്ലിന് കൊടുത്തു. വില്ലിന് ഡെപ്യൂട്ടി ഡയറക്ടർ ആവാനുള്ള പ്രൊമോഷൻ ഡോക്യുമെന്റും കോൺട്രാക്റ്റുമായിരുന്നു അത്. പുതിയ സാലറി ഹൈക്കും മറ്റ് കാര്യങ്ങളും വില്ലിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും നാർസിസിസ്റ്റായ ഏറെ സ്ട്രിക്റ്റായ ക്യാതറിന്റെ കീഴിൽ ജോലി നോക്കുന്ന കാര്യം ആലോചിച്ചപ്പോ അവനൊട്ടും സമാധാനം തോന്നിയില്ല. എന്നിരുന്നാലും തന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ജില്ലിനെ പറ്റിയും ആലോചിച്ചപ്പോ എന്തൊക്കെയാണെങ്കിലും സഹിച്ചു നിൽക്കാൻ അവൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ അപ്പാർട്ട്മെന്റിൽ വില്ലും ജില്ലും സംസാരിക്കുകയാണ്. അവർ താമസിക്കുന്നിടത്തിന്റെ ശോചനീയാവസ്ഥയും മറ്റ് കാര്യങ്ങളും ജില്ലിനെ അസ്വസ്ഥമാക്കിയിരുന്നു. അവളന്ന് അതിനെപ്പറ്റി വേദനയോടെയും അല്പം ഫ്രസ്ട്രേറ്റഡായും പറഞ്ഞു. പക്ഷെ വില്ല് അവൾക്ക് വാക്കുകൊടുത്തു. പ്രൊമോഷനൊക്കെ ആയല്ലോ, ഇനിയിപ്പോ സ്വന്തമായി ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് മേടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോ ഒക്കെ സ്മൂത്ത് ആയിക്കോളുമല്ലോ. അത് ജില്ലിന് കുറച്ച് സമാധാനം കൊടുത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കമ്പനിയുടെ ഒരു പാർട്ടി പരിപാടി നടക്കുകയാണ്. ക്രിസ്മസ് പാർട്ടിയാണ്. ജില്ലിനെയും കൂട്ടിയായിരുന്നു വില്ല് പാർട്ടിക്ക് പോയത്. പാർട്ടിയിൽ വെച്ച് അവർ ക്യാതറിനെ കണ്ടു. ക്യാതറിൻ പറയുന്നതൊക്കെ കേട്ട് ആട്ടും തുപ്പും സഹിച്ച് വില്ല് നിൽക്കുന്നതും പൊളൈറ്റായി പെരുമാറുന്നതുമൊക്കെ ജില്ലെന്ന് നോക്കിക്കാണുന്നുണ്ട്. ക്യാതറിന്റെ പ്രസൻസിൽ വില്ല് അൺകംഫോർട്ടബിൾ ആണ് എന്നത് പ്രകടമായിരുന്നു. ആ സമയമാണ് ജില്ലാ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത്. വില്ലിന് ഇഷ്ടമുണ്ടായിട്ടല്ല അവൻ ഈ ജോലിയിൽ തുടരുന്നത്, മറിച്ച് തനിക്ക് വേണ്ടിയിട്ടാണ്, തങ്ങൾ ഒന്നിച്ചുള്ള ഭാവി ജീവിതത്തിനു വേണ്ടി. ആ തിരിച്ചറിവ് അവളെ സാരമായി ബാധിച്ചിരുന്നു. അവളന്ന് ആത്മാർത്ഥമായി വില്ലിനോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ സർപ്രൈസായി വെച്ചിരുന്ന ആ കാര്യവും പറഞ്ഞു. ജില്ലിന് അത്യാവശ്യം ഭേദപ്പെട്ട് നല്ലൊരു ജോലി കിട്ടിയിരുന്നു. ജില്ലിന് ജോലി കിട്ടിയെന്നറിഞ്ഞതും വില്ല് സന്തോഷിക്കുന്നുണ്ട്. ജില്ല് പിന്നാലെ പറഞ്ഞു, നിനക്കിഷ്ടമല്ലെങ്കിൽ നീ ഇപ്പോ ചെയ്യുന്ന ഈ ജോലി ഈ നിമിഷം ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് നിനക്ക് എന്താണോ ഇഷ്ടം, സ്വന്തമായി കമ്പനി തുടങ്ങാനാണോ താല്പര്യം, അത് നീ ചെയ്തോ. നിന്നെ പിന്തുണയ്ക്കാൻ നിന്റെ പിന്നിൽ എപ്പോഴും ഞാനുണ്ടാകും. അത് കേട്ടതും വില്ലിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. വില്ല് ഒട്ടും മടിച്ചില്ല. നേരെ ക്യാതറിന്റെ മുമ്പിലേക്ക് ചെന്നു. അത്രനാളും ക്യാതറിൻ പറഞ്ഞത് കേട്ട് ആട്ടും തുപ്പും കേട്ടിരുന്ന വില്ലിന് തിരിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമായിരുന്നു. അവനത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. റിസൈൻ ചെയ്യുവാണെന്നും ക്യാതറിന്റെ മുഖത്തു നോക്കി പറഞ്ഞു. ജില്ലിന്റെ കൈകോർത്തു പിടിച്ച് ഏറെ പ്രതീക്ഷയോടെ ചിരിക്കുന്ന മുഖവുമായിട്ടായിരുന്നു അവനെന്ന ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. കുറച്ച് നാളുകളങ്ങ് കടന്നുപോയി. എല്ലാവരുടെയും ജീവിതം കാലചക്രത്താൽ മാറിയിരുന്നു. ദുഃഖം നിറഞ്ഞ ഓരോ ഋതുക്കൾക്കും അവസാനമുണ്ടല്ലോ. ഋതുക്കൾ മാറി വന്നുകൊണ്ടിരിക്കും. വില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള കൂട്ടുകാർക്കും വില്ലിന്റെ അച്ഛനും അവർ ആഗ്രഹിച്ച പോലെ നല്ല പ്രൊഫഷൻസിൽ എത്തിച്ചേരാൻ പറ്റി. വില്ലാകട്ടെ തന്റെ ടീമുമായി ഒരു ദിവസം മുമ്പ് തനിക്ക് പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്ത സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ മുതലാളി ലോണിനെ ചെന്ന് കണ്ടു. ലോണിനെടുക്കൽ അവർക്ക് വേണമെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ താൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ പാർട്ട്ണറായിട്ടല്ല, വില്ല് സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലോണിനെ തന്റെ ഫസ്റ്റ് ക്ലയന്റായി ക്ഷണിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു അവൻ. ലോൺ സന്തോഷത്തോടെ വില്ലിന്റെ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വില്ല് തന്റെ അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കൂട്ടുകാരുടെയും ജില്ലിന്റെയും സപ്പോർട്ടോടുകൂടി തന്റെ അഡ്വർടൈസ്മെന്റുകൾ തന്റെ ഇഷ്ടപ്രകാരം വില്ല് ക്രിയേറ്റ് ചെയ്തു. സക്സസ് വില്ലിനെ തേടിയെത്താൻ തുടങ്ങി. അങ്ങനെയൊടുവിൽ താനെന്നും സ്വപ്നം കണ്ട ആ സന്തോഷ ജീവിതത്തിലേക്ക് വില്ല് എത്തിച്ചേരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഫീൽ ഗുഡ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ പറയുമല്ലോ. കഴിയുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ. മറ്റൊരു മികച്ച സിനിമയുമായി നമുക്ക് വൈകാതെ കണ്ടുമുട്ടാം. അതുവരെ ബായ്.